ഹലോ കൂട്ടുകാരെ, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം ഇതാണ് നമ്മുടെ പുതിയ ഡിസ്പ്ലേ സ്റ്റാൻഡ്. ഇത് ഞാൻ എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതാണ്. എന്നിട്ട് അതിൽ കുറച്ച് സ്റ്റിക്കറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജും ഞാനൊന്ന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് SUVs ഒക്കെ അൺബോക്സ് ചെയ്തായിരുന്നു, ഈ താഴെ ഇരിക്കുന്നതും ഈ റേഞ്ച് റോവറൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മസിൽ കാസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മസിൽ കാസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഈ അടുത്ത് മേടിച്ചതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ചതാണ് ഈ വണ്ടികളൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം 68 ഷെവി നോവ. അപ്പോൾ ഇത് റോഡ് സ്കോട്ട് സീരീസിലെ 6ാമത്തെ വണ്ടിയാണ്. നല്ല ഷാർക്കിൻ്റെ പല്ലു പോലെയൊക്കെ സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്, കാണാമല്ലോ. ഏതായാലും നമുക്കിവനെ അൺബോക്സ് ചെയ്യാം. നമ്മുടെ മസിൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ കോണ്ടസോറിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവനെ നമ്മുടെ സ്റ്റേജിൽ വെച്ചൊന്ന് കറക്കി നോക്കാം. സ്റ്റേജ് നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. ഇതാ നമ്മുടെ മോഡിഫൈഡ് റിവോൾവിംഗ് സ്റ്റേജ്. ഇപ്പം ഞാനതിൽ അത്യാവശ്യം കുറേ പണിയെടുത്തു. ബാക്കിൽ മിററൊക്കെ വെച്ചു, പെയിൻറ്റിങ് ഒക്കെ ചെയ്തു, കുറച്ച് സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ 68 നോവ. ഇതിനപ്പോൾ ഒരു ഷാർക്കിൻ്റെ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ, രണ്ട് സൈഡിലും. ഒരു കാർട്ടൂൺ ലുക്കാണ്. പിന്നെ മിലിറ്ററി പോലത്തെ പെയിൻറ് വർക്കുമാണ്, റെഡും മെറൂണൊക്കെ ആയിട്ട്. പിന്നെ വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് വീൽസാണ്. ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കളറിംഗ് ഒക്കെ കണ്ടിട്ട് എടുത്തതാണ്. ഓക്കെ, ഇനി 68 മെർക്കുറി കോഗർ. അപ്പോൾ ഇത് ഹോട്ട് വീൽസ് ഫ്ലെയിം സീരീസിലെ 2ാമത്തെ വണ്ടിയാണ്. നല്ല മിലിറ്ററി പച്ച കളർ, ഫ്ലെയിംസിൻ്റെ സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിൽ വേണം തുറക്കാം. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് തുറന്നപ്പോൾ. ഓക്കെ, നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റേജിൽ വെച്ച് നോക്കാം. 68 മെർക്കുറി കോഗർ, നല്ല മിലിറ്ററി ഗ്രീൻ കളറാണ്. ഇത് ഹോട്ട് വീൽസ് ഫ്ലെയിം സീരീസിലെ കാരണം നല്ല ഫ്ലെയിംസിന്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും നല്ല ഡീറ്റെയിൽ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സൈഡ് എക്സോസ്റ്റ് ആണ് ഈ വണ്ടിയുടെ. രണ്ട് സൈഡിലും ഡോറിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അടിയിൽ എക്സോസ്റ്റ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു എയർ ഇൻടേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ആ ഒരു സ്പോയിലറും നല്ല രസമുണ്ട്, ചെറിയൊരു സ്പോയിലർ. ഓക്കെ, വീൽസ് നോർമൽ വീൽസ് ആണ്, കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ തുറന്ന വണ്ടികളൊക്കെ ഇവിടെ സ്റ്റേജിൽ സെക്കൻഡ് റോയിലാണ് വെച്ചേക്കുന്നത്. ഈ രണ്ട് വണ്ടിയുടെയും സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്, അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടി നോക്കാം. 68 ഡോഡ്ജ് ഡാർട്ട്, നല്ല ബ്ലൂ കളറാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഇതിനു മുമ്പ് തുറന്ന രണ്ട് വണ്ടിയും 68 മോഡലായിരുന്നു. അപ്പോൾ ഇതും 68 മോഡലാണ്. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന 3 വണ്ടികളാണ് ഇതൊക്കെ. നമുക്ക് പിന്നെ തുറക്കാം. ഓക്കെ, കൊള്ളാൻ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ സ്റ്റേജിൽ വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. മേളിൽ നല്ലൊരു സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. 68 ഡോഡ്ജ് ഡാർട്ട്. അപ്പോൾ ഇത് ഡ്രാഗ് റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് നല്ല ലോഡാണ്, ബാക്കിൽ വലിയ ടയറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വലിയൊരു എയർ ഇൻടേക്കും ഉണ്ട്. നല്ലൊരു ബ്ലൂ കളറാണ്. മേളിലൊരു ബ്ലാക്ക് ലൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീൽസിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ അത്ര ഗുണമില്ല. നമ്മൾ ഈ വീൽസ് വേറെ പല ഹോട്ട് വീൽസിലും കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്, ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്.
ഓക്കെ, ചുറ്റിനുള്ള സ്റ്റിക്കറിങ് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്. അടുത്തത് 71 ഡോഡ്ജ് ചാർജർ. ഇത് ഹോട്ട് വീൽസ് ഫ്ലെയിം സീരീസിലാണ് 6ാമത്തെ വണ്ടി. നോക്കിയാൽ കാണാം ഫ്ലെയിംസിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. ഈ വണ്ടി നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും. ഈ വണ്ടി കുറേ സിനിമകളിലൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ വണ്ടി തുറന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മഞ്ഞ വണ്ടികൾ ഇനി നോക്കി മേടിക്കുന്നു. അതുപോലെ തന്നെ ഒരു മഞ്ഞ വണ്ടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ തുറക്കാം. വെള്ളം മഞ്ഞ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും വെള്ളം ബാക്കൊക്കെ വെള്ളം നമുക്ക് പിന്നെ നമ്മുടെ സ്റ്റേജിൽ വെച്ച് നോക്കാം. 71 ഡോഡ്ജ് ചാർജർ. ഇത് നല്ല ബ്രൈറ്റ് യെല്ലോ കളറാണ്. കണ്ണടിച്ചോണ പോലത്തെ യെല്ലോ കളറാണ്. ചുറ്റിനും റെഡ് കളറിൽ ഫ്ലെയിംസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ട് വീൽസിൽ റെഡ് കളറിലൊരു റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലും വീൽസിലൊന്നും അത്ര ഡീറ്റെയിലിംഗ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ സിൽവർ കളറാണ്, നല്ല ക്രോം കളറാണ്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഓക്കെ, ഫ്രണ്ടിൽ ഡീറ്റെയിലിംഗ് ഒക്കെ കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഈ യെല്ലോ കളർ കണ്ടിട്ട് മേടിച്ചതാണ് ഈ വണ്ടി. അടുത്തത് ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഹോട്ട് വീൽസ് മസിൽ കാസിലെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. കസ്റ്റം ഓട്ടോ. ഇത് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഹോട്ട് വീൽസിൻ്റെ തന്നെ ഒരു ഡിസൈനാണെന്ന് തോന്നുന്നത്. മേളിൽ രണ്ടും വെള്ള ലൈനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല എയറോഡൈനാമിക് ആണ്. ഇത് മസിൽ മാനിയ സീരീസിലെ 8ാമത്തെ വണ്ടിയാണ്. തുറന്നു നോക്കാം. പറഞ്ഞ പോലെ തന്നെ നല്ല തിളങ്ങുന്നുണ്ട് ഈ കളറ്. ഒക്കെയാണ് ഈ വണ്ടിയുടെ സെയിം കളറല്ല. എനിക്ക് ഈ കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ നമ്മുടെ സ്റ്റേജിൽ വെച്ച് നോക്കാം. കസ്റ്റം ഓട്ടോ. ഇത് 1968 ഹോട്ട് വീൽസ് തുടങ്ങിയ സമയത്തുള്ളൊരു കാസ്റ്റിംഗ് ആണ്. അതിനുശേഷം ലോകമെമ്പാടുമുള്ള ഹോട്ട് വീൽസ് കളക്ടേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ട് 2008 അവർ ഈ മോഡല് തിരിച്ചു കൊണ്ടുവന്നു. ഏതായാലും നന്നായി. അതുകൊണ്ടാണല്ലോ നമുക്കിത് മേടിക്കാൻ പറ്റിയത്. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പേർപ്പിൾ കളറാണ്. മേളിൽ 2 വൈറ്റ് ലൈൻസ് ഉണ്ട്. നല്ല രസമുണ്ട്. വീൽസ് ആണെങ്കിൽ കോപ്പർ ഗോൾഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ചേരുന്നുണ്ട്. വേറൊരു ഡീറ്റെയിലിംഗ് സൈഡ് എക്സോസ്റ്റ് ആണ്. 2 സൈഡിലുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഡോറിൻ്റെ അടിയിൽ നോക്കിയാൽ സൈഡ് എക്സോസ്റ്റ് കാണാം. വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.